ഒരു ഫാമിലിക്ക് വന്ന അത്യാവശ്യം നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളിലൂടെ ഉണ്ടോ, അതാണ് നമ്മൾ നോക്കുന്നത്. വിസ്മയ ലോകത്തെ പുത്തൻ കാഴ്ചകളുടെ വേറിട്ട അനുഭവം ഇവിടെ പങ്കിടുകയാണ്. ലോകത്തെ വിസ്മയ കാഴ്ചകളുടെ മായാലോകം ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ കോട്ടയം നാമ്പട മൈതാനത്ത് ആരംഭിച്ചിരിക്കുന്ന ഒരു കിടിലൻ പ്രദർശനമേളയാണ് എക്സ്റ്റസി. വിസ്മയ ലോകത്തെ ആകാശയാത്ര എന്നൊക്കെ ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു പ്രവേശന കവാടം ഇതാണ്, ഈ കാണുന്നതാണ്. ഇപ്പോൾ എഫൽ ഗോപുരത്തിൻ്റെ മാതൃകയിലുള്ളൊരു ഡെമോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അവതാറിൻ്റെ ഇമേജൊക്കെ അടങ്ങിക്കൊണ്ടുള്ളൊരു ഫ്ലെക്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആകാംക്ഷ വർദ്ധിക്കുകയാണ് ഒന്നുകൂടെ എന്തായിരിക്കും അകത്ത് നമ്മളെ തേടിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ കുറേ അക്വേറിയം, അതിൻ്റെ അകത്ത് അണ്ടർ വാട്ടർ ഓഷ്യൻ ഫിഷസും അതേപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് കുറേ കിടിലൻ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഒരു കേവ് ഉണ്ട്, അതിൻ്റെ അകത്തൂടെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ മത്സ്യങ്ങൾ, ഒരു 10,000-16,000 മത്സ്യങ്ങൾ ഇങ്ങനെ ഒരേ അക്വേറിയത്തിൻ്റെ അകത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ അവതാറിൻ്റെ മാതൃകയിലും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡെമോ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടെന്ന് പറയണം. പിന്നെ മനുഷ്യൻ സ്പേസിലേക്ക് പോകുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഓരോ സ്റ്റുഡിയോ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അവതാറിൻ്റെയൊക്കെ കറക്റ്റ് എൻ്റെ പൊന്നെ ആ ലൊക്കേഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ആ ഒരു സ്റ്റുഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സെറ്റ് ഇട്ടിരിക്കുന്നതെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. ഇത് തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അത് തന്നെ നോക്കി നമ്മൾ ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ സെപ്പറേറ്റ് വരുന്നുണ്ട്. എനിക്കൊന്ന് പിള്ളേർക്ക് ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറേ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ കേവിൻ്റെ അകത്തൂടെയാണ് നമ്മൾ കയറി വരുന്നത്. ആ കേവിൻ്റെ അങ്ങേ അറ്റത്തായിട്ട് കുട്ടൂസനും ഡാഗിനിയും ലുട്ടാപ്പിയും കൂടി ഒരു കുന്തത്തെ പോകുന്നതിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്നത്. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മളെ ഒന്ന് അതിശയിപ്പിക്കുന്ന രീതിയിൽ അപ്പോൾ കുട്ടികൾക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറച്ച് പെട്ടെന്ന് ആ ചേട്ടൻ സെൽഫി എടുക്കുന്ന കണ്ടപ്പോൾ ഞാനോടത്ത് ആദ്യം അവിടെ എന്തെങ്കിലും ഒരു പ്രതിമ സ്റ്റാച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്നു. എന്തായാലും ഇങ്ങോട്ട് മാറി കുറേ സംഭവങ്ങളും വരുന്നുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ വന്ന സമയത്ത് അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാനൊക്കെ ആണെങ്കിൽ 2:30 വന്ന് ആൾക്കാർ ക്യൂ നിന്നിട്ട് 4 മണിയായപ്പോഴാണ് ടിക്കറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പടയുന്ന ആൾക്കാരൊക്കെ ഒഴിഞ്ഞായിരുന്നു, എങ്കിലും അത്യാവശ്യം ആളുണ്ടായിരുന്നു. ഇനി ഇങ്ങോട്ട് നമുക്ക് ഗ്ലാസ്സിലാക്കി കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. റെഡ് ഫോർട്ട്, താജ്മഹൽ, അതേപോലെ തന്നെ പിരമിഡ്, അങ്ങനെ ലോകാത്ഭുത കാഴ്ചകളും കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന രീതിയിലുള്ള ഒരു സ്റ്റുഡിയോ ഈ ഭാഗത്തേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ കാണാം. ഇനി ഇവിടുത്തെ ഒരു ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ ഈ ഒരു ഷോ നടക്കുന്നത്. പിന്നെ ഹോളിഡേയിൽ എനിക്ക് തോന്നുന്നു 11 മണി മുതൽ രാത്രി 10 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ മാസം സെപ്റ്റംബർ 17 വരെയാണ് ഈ ഒരു ഷോ ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കാണില്ല. അവസാന ഡേറ്റ് 17-18 ദിവസങ്ങളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിരമിഡിൻ്റെ മാതൃക കണ്ട ഈ ഗ്ലാസ് കൂട്ടിൽ നമുക്ക് കാണാം. പിന്നെ ഈ കേവിലൂടെ മുന്നോട്ട് നമുക്ക് പോകാം. എന്തായാലും ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് വരുന്നത് മുതിർന്നവർക്ക് 120 കുട്ടികൾക്ക് 80 രൂപയാണ്. അപ്പോൾ അത്യാവശ്യം ആ ഒരു പൈസയ്ക്ക് മുതലാവുന്ന കാഴ്ചകളുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി വരുന്നവർക്ക് എന്തൊക്കെയോ കുറച്ചുകൂടെ അപ്ഡേഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ അവതാറിനെ കണ്ടത് ഇപ്പോൾ ചിലത് മോട്ടർ വെച്ച് കറക്കാനുള്ള പരിപാടി, അതേപോലെ വെൽഡിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള ജോയിൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തോ ഒരു സബ്ജക്റ്റൊക്കെ ആഡ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇനി വരുന്നവർക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റിയ സംഭവങ്ങളും ആഡ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ ആ കേവിലൂടെ നടന്ന് ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്ത് വരുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ കുറേ മത്സ്യങ്ങളൊക്കെ ഒരു ക്യൂബ് ട്രാൻസ്പെറൻറ്റ് ഫിഷ് ടാങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കുറേ കളർ മത്സ്യങ്ങളിവിടെ കാണുന്നുണ്ട്. അതേപോലെ കുടയൊക്കെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ അശോകചക്രം കാര്യങ്ങൾ, അതേപോലെ നമുക്ക് പിക്ചർ, അതായത് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ കുറേ ലൊക്കേഷൻസ്, ആ ഒരു ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫി കാര്യങ്ങൾ അവരുടെ ഒരു ഇൻസ്റ്റാ പേജിലേക്കോ ഫേസ്ബുക്കിലേക്കോ അയച്ചു കൊടുത്താൽ ചെറിയ എന്തോ പ്രൈസോ കാര്യങ്ങളൊക്കെ കോൺടെസ്റ്റ് പങ്കെടുക്കാമെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുമൊക്കെ ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്.
അന്യഗ്രഹ ജീവികൾ പറക്കും തളികയിൽ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇനി ഞാൻ പറഞ്ഞ പോലെ മോട്ടോർ വെച്ച് കറക്കാനും ആ ഒരു പറക്കും തളിക കാര്യങ്ങളെല്ലാം ഒന്ന് കറക്റ്റായിട്ട് ആ ലൈറ്റ് സെറ്റിങ്ങും ഒക്കെ കൊടുക്കാൻ അത് ആകുന്നേ ഉള്ളൂ. ഇനി വരുന്നവർക്ക് കുറച്ചുകൂടെ എനിക്കൊന്ന് അപ്ഡേറ്റ് കിട്ടും. ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട്. സ്പേസിലേക്ക് പോയ മനുഷ്യരുടെ ആ ഒരു ഇമേജും കാര്യങ്ങളും എല്ലാം അവിടെ കാണാം. അപ്പോൾ ആ ഒരു സെറ്റും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഒക്കെ അപ്ഡേഷൻ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാം എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് പാരഡൈസ് ഓഫ് ദ തേർഡ് വേൾഡ് വണ്ടേഴ്സ് ലൈവ്. അപ്പോൾ ഇവിടെ ഒരു ഏലിയൻ അങ്ങനെയുള്ള പിക്ചേഴ്സൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇനി വരുമ്പോഴേ ഉള്ളായിരിക്കും അപ്ഡേഷൻസ് കാണത്തുള്ളൂ. കുറേ ചുമ്മാ ഒന്ന് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. കുറച്ചുകൂടെയൊക്കെ എന്തെങ്കിലും അനങ്ങുന്ന ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. എന്തായാലും ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ ഈ കല്യാണ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന പോലെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കയറി ഇറങ്ങി ചെല്ലുന്നതാണ് ഇനി അവതാറിൻ്റെ ഒരു സെറ്റ് വരുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അത് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ കയറി വന്ന സമയത്ത് നല്ല പുകയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പം ആ ഒരു ഫോഗ് അല്ലെ അതൊന്ന് മാറിക്കിട്ടി. ഇപ്പം ദേ നല്ല ലൈറ്റും ഒക്കെ ആയിട്ട് വന്ന് ഇനി ഇതിൻ്റെ താഴെ അതിൻ്റെ സെറ്റ് അങ്ങ് കിടക്കുവാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ സെറ്റിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ ഒരു നല്ല മ്യൂസിക്, ഒരു ലൈറ്റ് മ്യൂസിക്കും അവതാറിൻ്റെ ആ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. കോപ്പിറൈറ്റ് പ്രതീക്ഷിച്ച് നമ്മളത് ആ മ്യൂസിക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും അതൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഫീല് എന്തായാലും പെർഫെക്റ്റ് ആയിരിക്കും. മൊത്തം നടന്ന് കാണാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കണ്ടേ. നോക്കിക്കുക, നല്ല ഭംഗിയായിട്ടുണ്ട് ആ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ലൈറ്റൊക്കെ വരുന്നത് കണ്ടോ, കറക്റ്റ് നമ്മൾ ഈ അഗ്നിപർവ്വതത്തിൻ്റെ അകത്തുനിന്ന് വരുന്ന ലാവയും കാര്യങ്ങളും പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ആ സെറ്റ് എങ്ങനെയാണോ നമ്മൾ ആ മൂവി ഒരു കണ്ട ഫീല്, ആ ലൊക്കേഷൻസൊക്കെ ഇവിടെ അതേപോലെ അറേഞ്ച് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. കൊള്ളാം. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ ഒരു ഭാഗം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെയൊക്കെ നിന്ന് നമ്മൾ ആ സീൻ കാണുമ്പം ഈ ഒരു ഫീൽ കിട്ടണമെങ്കിൽ അതിൻ്റെ മ്യൂസിക് വേണം. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ആ മ്യൂസിക്കോട് കൂടി ഇത് ഓരോന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സീനും ഓടിയെത്തും. പെർഫെക്റ്റ്, കൊള്ളാം. അപ്പോൾ അവതാറിൽ ആ ഒരു മായ കാഴ്ചകളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു മെയിൻ സംഭവം ഇതൊക്കെ തന്നെയാണ്. ബാക്കിയുള്ളതിൽ നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. കൊള്ളാം. ഇത് ഓരോ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഓരോ കൾച്ചറും കാര്യങ്ങളും അവതാറിൻ്റെ ആ മായലോകത്തുള്ള വിസ്മയ കാഴ്ചകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പല ഭാഗത്തു നിന്നുള്ള ഡയറക്ഷനിലെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ രസമായിരിക്കും. കുറേ നല്ല ക്യാമറ ഉപയോഗിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ക്യാമറ വെച്ച് എടുത്താണ് എങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ക്രിയേറ്റിവിറ്റിയൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സെറ്റാണ്. അത് നമ്മളൊന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ഇവിടെ ഈ ഒരു 120 രൂപയ്ക്കുള്ളത് നമുക്ക് കാണാനുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻസിലൊന്ന് ഇടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയണമല്ലോ. എന്തായാലും കുട്ടികൾക്ക് 80 രൂപയാണ്. ഇതേപോലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കാഴ്ചകൾ കാണാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് ഇടുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ വിസ്മയ ലോകത്തേക്കുള്ള ആകാശയാത്ര എങ്ങനെ ഉണ്ട് എന്ന് ഈ 120 രൂപയ്ക്ക് നമുക്ക് മുതലാകുമോ, കണ്ടവർ ഇഷ്ടപ്പെട്ടോ, കാണാത്തവർക്ക് അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ
ഇനിയും ഉണ്ട് കേട്ടോ. ഇത് ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങുന്ന ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഫർണിച്ചറും അങ്ങനെയുള്ള IMA സൗകര്യമൊക്കെ കുറേ കൊടുക്കുന്ന ഏതാണ്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടെ ഒന്ന് ലാസ്റ്റ് ടൈം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ഫുഡും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പുറത്തെ ഒരു സ്റ്റാളിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പലതരം അലുവ, അതേപോലെ തന്നെ ചക്കര, അങ്ങനെയുള്ള കാപ്പിപ്പൊടി. പിന്നെ നമുക്ക് പലതരം അച്ചാറുകൾ വരുന്നുണ്ട്, ബീഫ് അച്ചാർ, മീനച്ചാർ, അങ്ങനെയുള്ള വെറൈറ്റികൾ. പിന്നെ ഫുഡിൻ്റെ പല ഓരോ സംഭവങ്ങൾ, വറുത്തത്, പൊരിച്ചത്, പിന്നെ സ്വീറ്റ്സ്, അങ്ങനെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ പവർ ടൂൾസും ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. 200 രൂപയ്ക്ക് അവിടെ വാക്വം ക്ലീനർ കിട്ടുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വെറും 200 രൂപയ്ക്കെന്ന്. അതൊക്കെ എന്താണെന്നുള്ളതും ഒക്കെയുണ്ട്. ആവശ്യക്കാർക്ക് വാങ്ങാൻ ചെറിയ സ്റ്റാളിൻ്റെ പരിപാടിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്, അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസാണ് ഈ കാണുന്നത്. അപ്പം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് കുറച്ച് ചെള്ളയും ചെളിയൊക്കെ ഉണ്ട്. പിന്നെ ഗാർഡൻ, അതായത് നമുക്ക് വേണമെങ്കിൽ നഴ്സറി, അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കാണുന്നതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. അപ്പോൾ എന്തായാലും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താവുന്ന പ്രതീക്ഷയോടെ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൈൻ ഓഫ്. ഷഹാസ് സൈൻ ഓഫ്.